അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വലിയ്യു സ്വാലിഹീൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മളിന്ന് നമ്മുടെ അഖീദ ക്ലാസ്സുകൾ തുടങ്ങണം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അഖീദ പഠിപ്പിക്കുന്നത് ഒരു 40 ഹദീസുകൾ അഖീദയുടെ വിഷയത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അഖീദ പഠിപ്പിക്കുന്ന 40 ഹദീസുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ 40 ഹദീസുകളും ഉൾക്കൊള്ളുന്നത് പ്രധാനമായിട്ട് തൗഹീദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല, അവൻ്റെ ഏകത്വം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെയാണ് ഈ ഹദീസുകളിൽ വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്. അള്ളാഹുവാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. അവനാണ് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ വിഭവങ്ങളും റിസ്ക് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട, അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് തൗഹീദ് എന്ന് പറയുന്നത്. അല്ലെ, അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും, ഇതാണ് തൗഹീദ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ തൗഹീദിനെ രണ്ടായിട്ട് വേർതിരിച്ചത് കാണാം. തൗഹീദുൻ ഇൽമി, തൗഹീദുൻ അമലി. തൗഹീദുൻ ഇൽമി, തൗഹീദുൻ അമലി, അല്ലെങ്കിൽ തൗഹീദുൽ ഇൽമി വൽ മഅരിഫ, അതുപോലെ തൗഹീദു അൽ ഖസ്ദി വത്തലബ് എന്നൊക്കെ പറയുന്നത് കാണാം. ഒരേ അർത്ഥം തന്നെയാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അതാണ് തൗഹീദുൽ ഇൽമി, അല്ലെങ്കിൽ തൗഹീദുൽ മഅരിഫ, തൗഹീദുൽ ഇസ്ബാത്ത്. ഇതൊക്കെ പറയുന്നത് ഒരേ അർത്ഥമാണ്. എന്താ? അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാം, അതാണ് തൗഹീദുൽ ഇൽമി. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ, അതാണ് തൗഹീദുൽ അമലി, അല്ലെങ്കിൽ തൗഹീദു തലബ്, തൗഹീദു അൽ ഖസ്ദ് എന്നൊക്കെ പറയുന്നത്. അള്ളാഹുവിനെക്കുറിച്ച് അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ അഥവാ തൗഹീദ്, എന്തെങ്കിലും വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തന്നെ ചോദിക്കണം കേട്ടോ. മലയാളം അറിയാത്തവരും ഒക്കെ ചോദിച്ചാൽ പ്രശ്നമില്ല, ക്ലാസ്സിൻ്റെ ഇടയിൽ ചോദിക്കാം. ഓക്കെ. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അറിയുകയും ചെയ്യേണ്ടതുമായിട്ടുള്ള ഈ കാര്യങ്ങളെ 4ആയി വേർതിരിച്ചത് കാണാം. 4 കാര്യങ്ങളാണ് തൗഹീദ് ഉൾക്കൊള്ളുന്നത്. ഈ തൗഹീദുൻ ഇൽമിയും തൗഹീദുൻ അമലിയും രണ്ടും കൂടി കൂട്ടിയിട്ട് 4ആയിട്ട് വേർതിരിക്കാൻ പറ്റും. ഒന്ന്, അള്ളാഹുവിൻ്റെ വുജൂദിൽ ഉള്ള വിശ്വാസം, അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം വേണ്ട ആദ്യം. രണ്ടാമത് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, നമുക്ക് റിസ്ക് നൽകുന്നത്, ഇനി നമ്മെ മരിപ്പിക്കാൻ പോകുന്നത്, പിന്നീട് നമുക്ക് ജീവൻ നൽകാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവാണ് ചെയ്യുന്നത്. അതാണ് തൗഹീദുർ റുബൂബിയത്ത്. തൗഹീദു അൽ ഉലൂഹിയ്യ എന്താണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ആയിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇബാദത്ത്, ആരാധന എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ നമസ്കാരം, നോമ്പ്, സുജൂദ്, അതുപോലെ നേർച്ച, ഇതെല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. തൗഹീദുൽ ഉലൂഹിയ്യത്ത്. 4-മത്തേത് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അള്ളാഹുവിൻ്റെ ഇസ്മുകളുണ്ട്. അള്ളാഹ് എന്നുള്ള ആ പേരിന് പുറമെ അള്ളാഹുവിന് വേറെ പേരുകളുണ്ട്. അതാണ് അൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് മനസ്സിലുറപ്പിക്കുകയും വേണം. ഇതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അപ്പോൾ ഈ 4 കാര്യങ്ങളെക്കുറിച്ച് ഈ കിതാബിൽ ധാരാളം ഹദീസുകൾ വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഓരോ ഹദീസ് വിശദീകരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയും. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ 1-മത്തെ കാര്യം, അള്ളാഹുവിൻ്റെ വുജൂദ്. അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്? എന്താണ് അങ്ങനെ പറയാനുള്ള തെളിവ്? നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുക, അള്ളാഹ് ഉണ്ട്, നമുക്കൊരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് അത് വളരെ ലളിതവും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും അള്ളാഹു ഉണ്ട് എന്നുള്ള ഒരു ബോധമുണ്ട്. അതിനാണ് ഫിത്രത്ത് എന്ന് പറയാം. മനുഷ്യൻ്റെ മനസ്സിൽ, അവൻ്റെ പ്രകൃതത്തിൽ തന്നെ ഉറപ്പുള്ളൊരു കാര്യമാണ് തനിക്കൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ലോകത്തുള്ള മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും അള്ളാഹുൽ വിശ്വസിക്കുന്നത്. വിശ്വസിക്കാത്ത ആളുകൾ വളരെ കുറവാണ്, അല്ലേ? അപൂർവമായിട്ട് മാത്രമേ അള്ളാഹുൽ വിശ്വസിക്കാത്ത ആളുകളുള്ളൂ. എന്നാലും അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന കാര്യത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. കാരണം
അള്ളാഹുവിൻ്റെ വുജൂദ്. എന്താ വുജൂദ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ്, അള്ളാഹു ഉണ്ടായിരിക്കുക എന്നുള്ള അസ്തിത്വം എന്ന് മലയാളത്തിൽ പറയും. അപ്പം അള്ളാഹുവിൻ്റെ ഈ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം അത് നിഷേധിക്കുന്ന ആളുകൾ ഇന്ന് കുറച്ചൊക്കെ ഉണ്ട് സമൂഹത്തിൽ. മുമ്പ് കാലത്ത് വളരെ അപൂർവമായിരുന്നു. ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും മനുഷ്യരെല്ലാവരും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, നിങ്ങൾ കേട്ടില്ലേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അദ്ദേഹം പറയുന്നത് ഒന്നും കൂട്ടിയാൽ 2 അല്ല 1+1 = 2 എന്നത് എത്രമാത്രം വ്യക്തമാണോ അതിനേക്കാൾ വ്യക്തമാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ള കാര്യം. അപ്പം അത്രയും വ്യക്തമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ വുജൂദ് എന്ന് പറയുന്നത്. എന്നാലും ഈ വ്യക്തമായ കാര്യത്തിൽ നിഷേധിക്കുന്ന ആളുകൾ ഇന്ന് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളൊക്കെ ഭാവിയിൽ അത്തരം ആളുകളെ കണ്ടുമുട്ടാനും അവരുടെ ശുബ്ഹത്തുകൾ, അവരുടെ സംസാരങ്ങളൊക്കെ, അവരുടെ സംശയങ്ങൾ, അവരുണ്ടാക്കുന്ന സംശയങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് 1-2 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വുജൂദിനെ കുറിച്ച് പറയാം. അള്ളാഹുവിൻ്റെ വുജൂദിൻ്റെ തെളിവുകളെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നതിനെക്കുറിച്ച് ഒന്നുകൂടി ഒരു കാരണം കൂടി പറയാനുണ്ട്. അതെന്താണ്? അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ വിശ്വാസം കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാനും ദീന് പഠിക്കാനും ഒക്കെയുള്ള ആവേശം കൂടും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വുജൂദിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള അവൻ്റെ സൃഷ്ടികളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ്. നമുക്ക് ഈമാൻ ഉണ്ടെങ്കിലും നമുക്ക് സംശയമൊന്നുമില്ല, അള്ളാഹ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ വിഷയം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളത് നല്ലതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് പറഞ്ഞത്? റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, അള്ളാഹുവെ എങ്ങനെയാണ് മരിച്ച വസ്തുക്കളെ, മരിച്ചുപോയവരെ നീ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരിക എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? ഖാല അവലം തുഅ്മിൻ, നിനക്ക് വിശ്വാസമില്ലേ, ഈമാനില്ലേ എന്ന് ചോദിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്. ഖാല ബല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? അതെ, വിശ്വാസമുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ മനസ്സിന് തുമഅനീനത്ത് ഉണ്ടാകാൻ വേണ്ടി. എന്താണ് തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ? യഖീൻ, ഉറച്ച വിശ്വാസം. അപ്പോൾ ഈമാനുണ്ട്, ഈമാൻ്റെ മുകളിൽ യഖീനുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. നബിമാരിൽ തന്നെ ഏറ്റവും ഉത്തമരായിട്ടുള്ള 5 പേരിൽ ഒരാളാണ്. അതിലും ഏറ്റവും ഉത്തമരായ, ഏറ്റവും ശ്രേഷ്ഠരായ 2 പേരിൽ ഒരാളാണ്, അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം അലൈഹി സ്വലാം, അവരാണ് ഖലീലുല്ലാഹ് എന്നറിയപ്പെടുന്ന 2 പേർ. അപ്പോൾ അത്രയും അള്ളാഹുവിനോട് അടുത്ത ആളാണ്, അത്രയും ഉറച്ച വിശ്വാസമുള്ള ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടും അദ്ദേഹം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത ഖാല അവലം തുഅ്മിൻ ഖാല ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി. അപ്പോൾ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ ഖുർആൻ പരിഭാഷ വായിക്കുമ്പോൾ തോന്നും ഇബ്രാഹിം നബിക്ക് സംശയം ഉണ്ടായിട്ട് സംശയം മാറാൻ വേണ്ടി ചോദിച്ചതാണെന്ന്, ആയത്തിൻ്റെ പരിഭാഷ വായിക്കുമ്പോൾ. പക്ഷെ അതല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സംശയമില്ലാത്ത വിശ്വാസത്തിനാണ് ഈമാൻ എന്ന് പറയാം. ഒരാൾക്ക് അള്ളാഹ് ഉണ്ടോ ഇല്ലേ, മരിച്ചാൽ മരണശേഷം ഒരു ജീവിതം ഉണ്ടോ ഇല്ലേ, ചിലപ്പോൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കാം എന്നൊരാൾ തീരുമാനിച്ചാൽ അവൻ മുഅ്മിനാണോ? അല്ല. ഉറച്ച വിശ്വാസമുണ്ടെങ്കിലേ മുഅ്മിനാവുള്ളൂ. അപ്പം മുഅ്മിൻ എന്നുള്ള ആ കാറ്റഗറിയിൽ ഏറ്റവും മുകളിലുള്ളവരാണ് അമ്പിയാക്കൾ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങേയറ്റത്തെ ഈമാനുള്ള ആളാണ് ഓൾറെഡി. പിന്നെ എന്താണ് വലാകിൻ ലിയത്മഇന്ന ഖൽബി എന്ന് പറഞ്ഞത്? അതിൻ്റെ അർത്ഥം യഖീൻ എന്നുള്ളത് ഈമാനിലും ദറജ കൂടിയ കാര്യമാണ്, ഉയർന്ന ഒരു അവസ്ഥയാണ്. ഏറ്റവും ഉന്നതമായ ഈമാൻ്റെ അവസ്ഥക്കാണ് യഖീൻ എന്ന് പറയുന്നത്. ആ യഖീനിന് വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചത്. സംശയമില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഈമാനുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്. ആ ഉറച്ച വിശ്വാസത്തിൻ്റെയും അതിൻ്റെയും മുകളിലുള്ള, ഒരിക്കലും ഒരു സംശയവുമില്ലാത്ത, ഒരിക്കലും ഒരു സംശയവും പിന്നീട് കടന്നു വരാനും സാധ്യതയില്ലാത്ത പരിപൂർണമായ യഖീൻ, അതിനുവേണ്ടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ചോദിച്ചത്. അപ്പം നമുക്കും അള്ളാഹുവിൻ്റെ വുജൂദും അതുപോലെ പരലോക ജീവിതത്തിൻ്റെ ഹഖീഖത്ത് അതുണ്ട് എന്നുള്ള ഉറപ്പും അതൊക്കെ കൂട്ടാൻ വേണ്ടി യുക്തിപരമായ തെളിവുകളും അതുപോലെ പ്രപഞ്ചത്തിലുള്ള തെളിവുകളും ഒക്കെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് നല്ല കാര്യമാണ്. ഈമാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചിന്തിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഒരു പക്ഷേ ഫിത്നകൾ വരുമ്പോൾ നമുക്കിപ്പോൾ ഉള്ള ഈമാൻ മതിയാവാത്ത അവസ്ഥ ഉണ്ടാവും, അല്ലേ? ഫിത്നകൾ ഉണ്ടാകുമ്പോൾ നല്ല ഈമാനുള്ള ആൾക്കാർ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക് ഞാൻ വായിക്കാം. മജ്മു ഫത്താവയിൽ അദ്ദേഹം പറയാണ്, നിങ്ങൾ ഇൻഷാല്ലാഹ് വലുതാകുമ്പോൾ പഠിക്കും ഇബ്നു തൈമിയ്യ ആരാണ്, ഇബ്നു തൈമിയ്യയുടെ മജ്മു ഫത്താവ എന്താണെന്ന് നിങ്ങൾ പഠിക്കും. അപ്പോൾ തൽക്കാലം ഈ വാക്ക് കേൾക്കാം. ഇബ്നു തൈമിയ്യ പറയാണ്, ഫആമത്തുന്നാസ്, അധിക ജനങ്ങളും ഇദാ അസ്ലമു ബഅദ കുഫ്രിൻ ഔ ഉലിദു അലൽ ഇസ്ലാം, ഇസ്ലാം സ്വീകരിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചാൽ, വൽതസമു ശറായഅഹു, എന്നിട്ട് അവർ ശരീഅത്തിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് നിസ്കാരവും നോമ്പൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
വക്കാനു മിൻ അഹ്ലി അത്വാഅത്തി ലില്ലാഹി വറസൂലിഹി, അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നവരാണെങ്കിൽ ഫഹും മുസ്ലിമൂൻ വമഅഹും ഈമാനുൻ മുജ്മൽ, അവരൊക്കെ മുസ്ലിമീങ്ങളാണ്. പക്ഷേ വലാകിന്ന ദുഖൂല ഹഖീഖത്തിൽ ഈമാൻ ഇലാ ഖുലൂബിഹിം, ഈമാനിൻ്റെ ഹഖീഖത്ത് ഉറച്ച വിശ്വാസം അത് മനസ്സിൽ കയറുക എന്നുള്ളത് ഇന്നമാ യഹ്സുലു ഷൈഅൻ ഫശൈഅൻ, പതുക്കെ പതുക്കെ ഉണ്ടാവുള്ളൂ. അതിൽ മുസ്ലിം ആയ മാതാപിതാക്കളുടെ മക്കളെ നമ്മൾ ജനിച്ചു, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചു, ഉടനെ തന്നെ ഈമാൻ പൂർത്തിയായിട്ട് നമ്മൾ മനസ്സിൽ കയറില്ല. പതുക്കെ പതുക്കെ പൂർണ്ണമായ ഈമാനിൽ നമ്മൾ എത്തുള്ളൂ. وإلا كثير من الناس فكثير من الناس لا يصلون لا إلى اليقين ولا إلى الجهاد. അധികം ആളുകൾ എന്നല്ല, ധാരാളം ആളുകൾ ഈ യഖീനിലേക്ക് എത്താത്തവരാണ്. അല്ല, ഇസ്ലാം സ്വീകരിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചാൽ അവർ മുസ്ലിമീങ്ങളാണ്. പക്ഷേ ഈമാനിൻ്റെ ഹഖീഖത്ത്, മനസ്സിൽ ഉറച്ച വിശ്വാസം, അതിലേക്ക് എല്ലാവരും എത്തണമെന്നില്ല. അള്ളാഹ് ഉദ്ദേശിച്ചവർ മാത്രമേ എത്തുള്ളൂ. എത്താത്ത ആളുകൾ ധാരാളം ഉണ്ടാകും. ആ എത്താത്ത ആളുകളുടെ പ്രത്യേകത എന്താണ്? വലു ശുക്കിക്കു ലശക്കു, അവർക്ക് ആരെങ്കിലും ഒന്ന് സംശയം ഉണ്ടാക്കിയാൽ അവർ സംശയത്തിലാവും. വലു ഉമിറു ബിൽ ജിഹാദി ലമാ ജാഹദു, അവരോട് ജിഹാദിനുള്ള കൽപ്പന വന്നാൽ അവർ ജിഹാദ് ചെയ്യുമല്ല. അഥവാ ഇബ്നു തൈമിയ്യ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് യഖീന്, രണ്ടാമത്തെ ജിഹാദ്. എന്താ ഈ രണ്ടും പറയാൻ കാരണം? യഖീന് ഒരാളുടെ മനസ്സിൽ ഈമാൻ കയറിയാൽ ഉണ്ടാകുന്ന പൂർണ്ണമായ അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ ഈമാൻ ഉറച്ച ആളാണ് യഖീനുള്ള ആൾ. ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകൾ ഏറ്റവും പ്രയാസമുള്ള, വളരെയധികം സ്ഥാനമുള്ളത് ഇർവത്തു സനാമിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ചെയ്യാനുള്ള അവസ്ഥയൊന്നുമില്ലാതെ അങ്ങനെ ജീവിച്ച് മരിച്ചു പോകും ചില ആളുകൾ. പ്രശ്നമൊന്നുമില്ല, ആരും അവൻ്റെ അടുത്ത് വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് വസ്വാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവനങ്ങനെ മുസ്ലിമായി ജീവിച്ച് മരിച്ചു പോകും. അതുപോലെ ജിഹാദ് ചെയ്യാനുള്ള സന്ദർഭവും സാഹചര്യമൊന്നും ഇല്ലാതെ സമാധാനമുള്ളൊരു നാട്ടിൽ ജീവിച്ചാൽ അവനങ്ങനെ ജീവിച്ച് മരിച്ചു പോകും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, മുസ്ലിമായിട്ട് മരിച്ചു പോകും. പക്ഷേ എന്താണ് പ്രശ്നം? ജിഹാദിനുള്ള കൽപ്പന വന്നാൽ ചിലപ്പോൾ അവൻ മുനാഫിക്കായി പോകും. അതുപോലെ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും സംശയമുണ്ടാക്കുന്ന ആരെങ്കിലും വന്നവനോട് സംസാരിച്ചാൽ അവൻ സംശയിച്ച് കാഫറായി പോകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? അഡ്വാൻസായി ജിഹാദ് ചെയ്യാനുള്ള ധൈര്യവും, അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും സംശയമുണ്ടാക്കുന്ന ഒരാൾ വന്നാൽ ആ സംശയമൊക്കെ നേരിടാനുള്ള ഇൽമും നേടി റെഡിയായി നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അങ്ങനെ ഒരാൾ റെഡി ആയാൽ എന്ത് സംഭവിക്കും? അവന് ഇബാദത്തുകൾ ചെയ്യാൻ ഉള്ള താല്പര്യവും ആവേശമൊക്കെ കൂടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ മുഅ്മിനീങ്ങളുടെ സിഫാത്തുകൾ പറഞ്ഞപ്പോൾ, നമസ്കാരം, സക്കാത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം തുടങ്ങിയത് എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. എന്താണ് ഗൈബ് എന്ന് പറഞ്ഞാൽ? കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ. അല്ലാഹു തആല നമ്മൾ കണ്ടിട്ടില്ല, പരലോകം നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് എന്തുണ്ടായത്? യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതാണ് ഈ വിശ്വാസത്തിൻ്റെ ഒരു ഗുണം. ഒന്ന്, ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. രണ്ട്, നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ആവേശം ഉണ്ടാകും. കാരണം എന്താ? അള്ളാഹുവിനെ കണ്ടതുപോലെ വിശ്വസിച്ചിട്ടുണ്ട് നമ്മൾ. അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, ഇതിലൊന്നും ഒരു സംശയവുമില്ല. അപ്പോൾ അമൽ ചെയ്യാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ, ഇപ്പോൾ താടി വെച്ച് നടക്കാൻ, അല്ലെ നിങ്ങളൊക്കെ വലുതാകുമ്പോൾ താടിയൊക്കെ വെച്ച് നടക്കാൻ പ്രയാസമുള്ള ചിലപ്പോൾ സാഹചര്യങ്ങളുണ്ടാകും. അവിടെ ഒന്നും നമുക്ക് യാതൊരു അപകർഷതാബോധവും തോന്നൂല അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക്. അതുപോലെ തന്നെ ഹിജാബ് ഇട്ട് നടക്കാൻ സ്ത്രീകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല യഖീനുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മറ്റൊരു ഗുണം, അള്ളാഹുവിൻ്റെ നിഅമത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകും. അള്ളാഹുവിൻ്റെ ദീനിൽ, അള്ളാഹുവിൻ്റെ വജൂദിലും അതുപോലെ പരലോകത്തിലുമൊക്കെ യഖീനായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥാനവും നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മറ്റാളുകൾക്ക് ഈ വലിയ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്ത് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നമുക്ക് ഈമാൻ കുറവാണെങ്കിൽ നമുക്ക് മുസ്ലിം അല്ലാത്ത ഒരാളെ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. നേരെ മറിച്ച് നമുക്ക് നല്ല ഈമാൻ ഉണ്ടെങ്കിൽ എന്ത് തോന്നും? ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് കിട്ടാത്ത ആ യഖീനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകും. അപ്പോൾ നമുക്ക് ദീനിൻ്റെ കാര്യത്തിൽ അള്ളാഹു തന്ന നിഅമത്തിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ തെളിവുകൾ മനസ്സിലാക്കി വിശ്വസിച്ച് കഴിഞ്ഞാൽ. ഇനി നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളത് അള്ളാഹുവിൻ്റെ വുജൂദിനെ കുറിച്ചാണ്. കാരണം നമ്മുടെ വിശ്വാസം തുടങ്ങുന്നത് അവിടെയാണ്, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ആരുമില്ല. അപ്പോൾ അള്ളാഹു ആരാണ്? അള്ളാഹു ഉണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ, പലതരത്തിലുള്ള തെളിവുകളുണ്ട്. ഒന്നാമത്തെ തെളിവ്, അല്ലെങ്കിൽ ഒരു തെളിവ് എന്താണ്? ദലീലുൻ അഖ്ലി, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ദലീലുകളുണ്ട്. പല പല തരത്തിലുള്ള തെളിവുകളുണ്ട്. ഒരു തെളിവ് എന്താണ്? അഖ്ല് കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ദലീലുണ്ട്. ഈ ദലീൽ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ദലീലുൽ ഈജാദ് എന്ന് പറയും, രണ്ടാമത്തേത് ദലീലുൽ ഇത്ഖാൻ. എന്താണ് ദലീലുൽ ഈജാദ് എന്ന് പറഞ്ഞാൽ?
ഈജാദ് എന്ന് പറഞ്ഞാൽ അസ്തിത്വം നൽകൽ. അഥവാ ഈ ലോകത്ത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് സൃഷ്ടികൾ കാണുന്നുണ്ട്. ഇതിനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനൊരു സൃഷ്ടാവ് ഉണ്ടാവണം. ഈ കാണുന്ന സൃഷ്ടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന മനുഷ്യന്മാർ, നമ്മളൊക്കെ തന്നെ അല്ലേ, നമ്മൾ എങ്ങനെ ഉണ്ടായി ഈ ലോകത്ത്, നമ്മളെങ്ങനെ വന്നു, അതുപോലെ ഈ ലോകത്ത് കാണുന്ന സകലമാന സൃഷ്ടികൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, അതാണ് ദലീലുൽ ഈജാദ് എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ സൃഷ്ടിക്കാൻ, ഇതിനൊക്കെ അസ്തിത്വം നൽകാൻ, ഈ വസ്തുക്കളൊക്കെ ഉണ്ടാവാൻ ഉണ്ടാക്കിയ ഒരാൾ വേണം. രണ്ടാമത്തേത് ദലീലുൽ ഇത്ഖാൻ. നമ്മൾ ഈ സൃഷ്ടികളൊക്കെ നോക്കിയാൽ, നമ്മുടെ സ്വന്തം ശരീരത്തിൽ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന സൃഷ്ടികളെ നോക്കിയാൽ, ജീവികളെ നോക്കിയാൽ, അതിലൊക്കെ കാണുന്ന ഇത്ഖാൻ, പെർഫെക്ഷൻ, ഓരോ സൃഷ്ടിയും അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ പരിപൂർണത, അത് കാണുമ്പോൾ ഇങ്ങനെ പരിപൂർണമായി സൃഷ്ടിക്കാൻ അറിവുള്ള, കഴിവുള്ള ഒരു സൃഷ്ടാവ് ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ ഖുർആനെ നേരത്തെ മടക്കി വെച്ചാണ് അവിടെ ദലീലുൽ ഈജാദ്, ദലീലുൽ ഇത്ഖാൻ. ഇത് രണ്ടും അഖലിയായ തെളിവുകളാണ് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്. അതിലൊന്നാമത് പറഞ്ഞ ദലീലുൽ ഈജാദ്, അത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, വിശദീകരിക്കുന്നത്. എന്താണ് ദലീലുൽ ഈജാദ് എന്ന് പറഞ്ഞാൽ? അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ദലീൽ. അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ദലീലാണ് ദലീലുൽ ഈജാദ്. എവിടെയാണത്? ഏതായത്തിലാണ്? ഈസ ആർക്കെങ്കിലും അറിയോ? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യുഖിനൂൻ. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അവരെ സൃഷ്ടിക്കാൻ ആരുമില്ല, ശൂന്യത അവരെ സൃഷ്ടിച്ചു. ശൂന്യതയാണോ അവരെ സൃഷ്ടിച്ചത്? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെ സ്വയം സൃഷ്ടിച്ചതാണോ? ഇതാണ് ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹു തആല ഇവിടെ 3 ഓപ്ഷൻ നമുക്ക് തരാണ്. ഒന്ന്, ശൂന്യത നമ്മളെ സൃഷ്ടിച്ചു. അങ്ങനെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലാത്ത അവസ്ഥ. അത് വന്നിട്ട് പിന്നെ ഒരാളെ ഉണ്ടാക്കുക, ഒരു സൃഷ്ടിയെ ഉണ്ടാക്കുക സാധ്യമല്ല. നമ്മൾ സ്വയം സൃഷ്ടിച്ചതാണോ? ഒരിക്കലുമല്ല. നമുക്ക് സ്വയം സൃഷ്ടിക്കണമെങ്കിൽ അല്ലേ, ഇപ്പം നമ്മൾ ജീവനുള്ള ആളുകളാണ്, നമ്മുടെ സൃഷ്ടിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ആയുസ് ഒരു ദിവസം കൂട്ടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മളില്ലാത്ത കാലത്ത് നമുക്ക് നമ്മളെ സൃഷ്ടിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇപ്പം നമ്മളുള്ളവരാണ്, നമുക്ക് ആരോഗ്യമുണ്ട്, ജീവനുണ്ട്, ബുദ്ധിയുണ്ട്. അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോട്ടെ, ഒരു സെക്കൻഡ് നമ്മൾ ആയുസ് കൂട്ടാൻ പറ്റുമോ? സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിക്കാൻ പറ്റുക നമ്മളില്ലാത്ത കാലത്ത്? അസാധ്യമാണ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അക്കൽ കൊണ്ട് ചിന്തിച്ചാൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? വേറൊരാൾ നമ്മളെ സൃഷ്ടിക്കണം, അല്ലേ? ഇപ്പോൾ വേറൊരാൾ സൃഷ്ടിക്കാനേ വകുപ്പുള്ളൂ. സ്വയം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല, ശൂന്യതക്ക് നമ്മളെ സൃഷ്ടിക്കാൻ പറ്റില്ല. പിന്നെ ആരാണ്? ഒരാൾ വേണം. ഈ സൃഷ്ടിച്ച ഒരാൾ ഉണ്ടല്ലോ, ആ ഒരാൾ 2 തരത്തിലാവാം. ഒന്ന്, നമ്മളെപ്പോലെ തന്നെ ശൂന്യതയിൽ നിന്നുണ്ടായ, സൃഷ്ടിയായ, മറ്റൊരാളെ സൃഷ്ടിച്ചുണ്ടായ ഒരാളാവാം. അല്ലെങ്കിൽ തുടക്കമില്ലാത്ത ഒരാളാവാം. ഇതിലേതായിരിക്കും ശരി? തുടക്കമില്ലാത്ത ആളായിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മളെപ്പോലെയുള്ള ഒരാളാണെങ്കിൽ അയാൾ ആരാണ് സൃഷ്ടിച്ചതെന്നുള്ള അടുത്ത ചോദ്യം ഉണ്ടാവും. അടുത്ത ആൾ വേണം. അപ്പോൾ തുടക്കമില്ലാത്ത ഒരാൾ സൃഷ്ടിച്ചതാണ് നമ്മളെ. അപ്പോൾ ചിലപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ ചില ആൾക്കാർ ചോദിച്ചേക്കാം, നമ്മളുണ്ടായത് നമ്മുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മക്കളായിട്ടാണ് നമ്മളുണ്ടായത്, അല്ലേ? അവർക്ക് അവരെ ഉമ്മയും ഉപ്പ ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പ് അവരെ ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് പോയാൽ പോരെ? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, നിങ്ങളെ ശൂന്യത ഉണ്ടാക്കിയതാണോ അതോ നിങ്ങൾ സ്വയം സൃഷ്ടിച്ചതാണോ എന്നാണല്ലോ അത് ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ, ശൂന്യതയും അല്ല ഉണ്ടാക്കിയത്, നമ്മൾ സ്വയം ഉണ്ടാക്കിയതുമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായി നമ്മൾ ജനിച്ചതാണ്, അവർക്ക് അവരുടെ മാതാപിതാക്കളുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചൂടെ? പറ്റുമോ ചോദിക്കാൻ? ആ ചോദ്യം ശരിയാണോ? എന്തുകൊണ്ട്? അതിനൊരു എൻഡ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്തുദ്ദേശിക്കുന്നില്ല, നിങ്ങളെ തന്നെ സൃഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ നീ എന്ന് പറയുന്നൊരു മനുഷ്യൻ എന്നെ സ്വയം ഉണ്ടാക്കിയതാണോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മനുഷ്യവർഗം അല്ലെങ്കിൽ ജീവികൾ, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ, അവർക്ക് സ്വയം സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, അങ്ങനെ പോയിട്ട് അവസാനം ആദ്യ നബിയിലെത്തൂല്ലേ? അപ്പോൾ ഈ ആദ്യ നബിനെ ആരുണ്ടാക്കി? ഇനി പോട്ടെ, അള്ളാഹ് ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ആദ്യ നബി ഒന്നുമില്ല, അവർ നബിമാരിലൊന്നും വിശ്വസിക്കുന്നില്ല. അവരുടെ കണക്കിലും ഒരു തുടക്കമുണ്ടല്ലോ, അല്ലേ?
അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അവർക്കുണ്ട് തുടക്കം. അവർ ഈ ലോകം എങ്ങനെ ഉണ്ടായത് എന്നുള്ളതിൻ്റെ കഥ പറയുമ്പോൾ കുറേ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ സെല്ലുണ്ടായി, പ്രോകാരിയോട്ടിക് സെല്ല്, ഒരു ന്യൂക്ലിയസും അതിൻ്റെ ഒരു കവറും മാത്രമുള്ള ഒരു ചെറിയ സെല്ലുണ്ടായി. അതെവിടെ നിന്നുണ്ടായി? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ആരുണ്ടാക്കി? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന ഈ സൃഷ്ടികൾ അത് സ്വയം ഉണ്ടാക്കിയോ അതോ ശൂന്യത അവരുണ്ടാക്കിയോ? അതല്ല, മറ്റൊരാൾ അവരെ സൃഷ്ടിച്ചോ? അപ്പോൾ മറ്റൊരാൾ സൃഷ്ടിക്കാനേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇതിന് അറ്റം ഉണ്ടാവില്ല. അറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അറ്റം വേണ്ട. അറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാവാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ജയിലിൽ കിടക്കുന്ന ഒരാൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അയാളോട് പറഞ്ഞു, നിന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കി വിടണമെങ്കിൽ, നിനക്ക് സ്വാതന്ത്ര്യം തരണമെങ്കിൽ, ആ ജയിലിന് കാവൽ നിൽക്കുന്ന പോലീസുകാരൻ അല്ലെങ്കിൽ പിന്നെ ഒരു മിലിറ്ററിക്കാരനാണെന്ന് വിചാരിക്കുക. അയാൾ പറയാണ്, നിനക്ക് ഇവിടെ നിന്ന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ, എന്നെ തുറന്നു വിടണമെങ്കിൽ എൻ്റെ മുകളിലുള്ള ഓഫീസർ എന്നോട് പറയണം, എന്നാലേ ഞാൻ തുറന്നു വിടുള്ളൂ. അപ്പോൾ ഈ മുകളിലുള്ള ആൾ പറയാണ്, എനിക്ക് എൻ്റെ മുകളിൽ വേറെ ആളുണ്ട്, അയാൾ പെർമിഷൻ വേണം, എന്നാലേ എനിക്ക് വിടാൻ പറ്റുള്ളൂ. അയാൾക്ക് അതിൻ്റെ മുകളിൽ വേറെ ആളുണ്ട്. ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുക. അങ്ങനെ പോയാൽ എന്താ സംഭവിക്കുക? എൻഡിങ് ഉണ്ടാവില്ല. എൻഡിങ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇയാൾ ജയിലിൽ തന്നെ കിടക്കും. ഒരു ദിവസം ഇയാൾ പുറത്ത് ഇറങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഒരു എൻഡിലെത്തിയിട്ടുണ്ട്. വേറെ ആരോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരാളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് സംഗതി, അല്ലേ? അപ്പോഴേ ഇയാൾ പുറത്തിറങ്ങുള്ളൂ. അതല്ല, ഇത് എൻഡില്ലാതെ പോവുകയാണെങ്കിൽ ഇയാൾ ഒരിക്കലും പുറത്തിറങ്ങില്ല. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ അങ്ങനെ എൻഡില്ലാതെ പോകുമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാവില്ല. അവിടെ എവിടെ ഒരു എൻഡ് ഉണ്ടായതുകൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടായത്. മനസ്സിലായോ? ഇതിനാണ് ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറയുക, ഈ എൻഡില്ലാതെ പോകുന്നതിന്. അങ്ങനെ എൻഡില്ലാതെ പോയാൽ അതിൻ്റെ അവസാനത്തിൽ ഒന്നും സംഭവിക്കില്ല, അവസാനം ഉണ്ടാവില്ല അതിന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെയിനിന് ഒരു എൻഡ് ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായത്. അപ്പോൾ ശരി, ഇനി ഒരാൾ പറയാണ്, എൻഡ് ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ എൻഡ് എന്താണ് എന്നുള്ളത് ശാസ്ത്രം കണ്ടെത്തും കുറച്ച് കാലം കഴിയുമ്പോൾ. ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാലോ? അങ്ങനെ കണ്ടുപിടിക്കില്ല ശാസ്ത്രം. കാരണം എന്താ? ശാസ്ത്രം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് ലോജിക്ക് കൊണ്ടാണ്. ബുദ്ധിക്ക് എതിരാകുന്ന കാര്യം ശാസ്ത്രം കണ്ടുപിടിക്കില്ല. ഇപ്പോൾ ബുദ്ധി ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യബുദ്ധിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്, എല്ലാ മനുഷ്യരും ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്? ഇങ്ങനെ അറ്റമില്ലാതെ പോകുന്നത് കൊണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് നമ്മുടെ മുന്നിൽ അതിൻ്റെ ഫലം കാണൂല എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഓഫീസർ, അയാൾ മുകളിൽ വേറെ ഓഫീസർ, അങ്ങനെ പോയായിരുന്നെങ്കിൽ ഈ ജയിലിൽ കിടക്കുന്ന ആൾ പുറത്തിറങ്ങൂല എന്നുള്ളത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ യുക്തിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ, ദറൂറാത്തുൻ അഖ്ലിയ്യ എന്ന് പറയും, അങ്ങനെയുള്ള കാര്യത്തിനെതിരായിട്ട് ഒരു കണ്ടുപിടുത്തം ശാസ്ത്രം നടത്തുമോ? ഇല്ല. കാരണം ശാസ്ത്രത്തിൻ്റെ എല്ലാ തിയറികളും ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ലോജിക്കിന് നേരെ വിപരീതമായിട്ടുള്ളൊരു കണ്ടെത്തൽ ഒരിക്കലും ശാസ്ത്രം നടത്തുകയില്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ വജൂദിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം ഇതാണ്. എന്താണ്? ഈ പ്രപഞ്ചം, ഇതിൽ കാണുന്ന സൃഷ്ടികൾ, ഈ സൃഷ്ടികളൊക്കെ ഉണ്ടായി എന്നുള്ളത്, അതാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന്, അള്ളാഹുവിൻ്റെ വജൂദിനുള്ള തെളിവ്. അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല, ഈ സൃഷ്ടികളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇതാണ് ദലീലുൽ ഈജാദ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളെയൊക്കെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അവൻ്റെ വജൂദിനുള്ള തെളിവ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇത് ഒന്നും കൂട്ടിയാൽ രണ്ടാണ് എന്നതിനേക്കാൾ വ്യക്തമായ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ചോദ്യം, അടുത്തൊരു ചോദ്യം ഒരാൾ വേണമെങ്കിൽ ചോദിക്കണം, അങ്ങനെ ഈ പരമ്പരയ്ക്ക് ഒരു അവസാനം വേണം, ഒരു സൃഷ്ടാവ് ഉണ്ടായേ പറ്റുള്ളൂ, ഓക്കെ, പക്ഷേ അതിന് അള്ളാഹു എന്നുള്ള പേര്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ഒരു സൃഷ്ടാവായിരിക്കണം എന്നെന്താണ് നിർബന്ധം? അങ്ങനെ പറഞ്ഞാലോ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഈ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇതിനൊരു കാരണം വേണം, ഒരു തുടക്കം വേണം എന്ന് മാത്രമല്ല, ആ തുടക്കമിട്ട ആൾ എന്തായിരിക്കണം? അയാൾക്ക് കുറച്ച് സിഫാത്തുകൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ഹയാത്ത് വേണം, ജീവനുള്ളവനായിരിക്കണം. കാരണം ഈ സൃഷ്ടികളിൽ ധാരാളം ജീവനുള്ള സൃഷ്ടികളുണ്ട്. അപ്പോൾ ജീവനില്ലാത്ത ഒരാൾക്ക് ജീവനുള്ള സൃഷ്ടികൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ സൃഷ്ടികളിൽ നമ്മൾ കാണുന്ന പെർഫെക്ഷൻ, സൃഷ്ടികൾ കാണുന്ന സൂക്ഷ്മത, അതുണ്ടാക്കാൻ എന്ത് വേണം? ഇൽമ് വേണം. അതുപോലെ തന്നെ ഇത്രയും സൃഷ്ടികൾ ഉണ്ടാക്കാൻ
ഇറാദത്ത് വേണം. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം, സൃഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ ഉണ്ടായതുപോലെയല്ല ഈ പ്രപഞ്ചം കിടക്കുന്നത്. വെറുതെ ഒരാളുടെ ഉദ്ദേശമില്ലാതെ, ഒരു ഡിസൈൻ ഇല്ലാതെ വെറുതെ ഉണ്ടായതുപോലെയല്ല ഉള്ളത്. അതുകൊണ്ട് ഇറാദത്തുള്ളവനായിരിക്കണം, ഹയാത്തുള്ളവനായിരിക്കണം, ഖുദ്റത്തുള്ളവനായിരിക്കണം. ഇങ്ങനെ ധാരാളം സിഫത്തുകളുള്ളവനാണ് ഈ സൃഷ്ടി നടത്തിയത് എന്നതിൻ്റെ സൂചനകൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരിക്കണം സൃഷ്ടാവ് എന്ന് ഈ ലോകം കണ്ടാൽ, ഈ ലോകത്തുള്ള സൃഷ്ടികളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഖുർആനിലും സുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ സിഫത്തുകൾ ഉള്ളവനാണ്. ഇതാണ് ദലീലുൽ ഈജാദ് എന്ന് പറയുന്നത്. അള്ളാഹു ഉണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഇതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് നമുക്ക് ഇന്നും നാളെയും കൂടി അടുത്തൊരു ക്ലാസ്സിലും കൂടി അള്ളാഹുവിൻ്റെ വുജൂദിൻ്റെ ദലീലുകളായിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി പറയാം. അത് കഴിഞ്ഞ് നമുക്ക് തൗഹീദിനെ കുറിച്ചുള്ള ഈ ഹദീസുകൾ വായിച്ചു തുടങ്ങാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.